കുട്ടിക്കാലത്ത് ഒരുപാട് ഇങ്ങനത്തെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാലോ. അപ്പോൾ ഇത് ഞങ്ങൾ പുറത്ത് കറങ്ങാൻ പോയപ്പം എടുത്തു കേട്ടോ. ഓക്കെ, നമുക്ക് വിഷയത്തിലോട്ട് വരാം ഗൈസ്. ഹായ് ഗൈസ്, ഇറ്റ്സ് മീ ആൽബിൻ ആൻഡ് വെൽക്കം ടു ആൽബിൻ സബ്. അങ്ങനെ നമ്മുടെ ജനനായകൻ മൂവിയുടെ സെക്കൻഡ് സിംഗിള് ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പം അത് റിയാക്ഷൻ ചെയ്യാൻ പറ്റിയില്ല. ആക്ച്വലി ഞങ്ങൾ കുറച്ച് ബിസി ആയിരുന്നു. അപ്പം ഇന്നലെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു, ഇന്നലെ നടന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ അത് റിയാക്ഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് സിംഗിൾ നമ്മൾ റിയാക്ഷൻ ചെയ്തിട്ടു, അന്ന് തന്നെ റിയാക്ഷൻ ചെയ്തിട്ടു. പക്ഷേ വലിയ റീച്ച് ഒന്നുമില്ല ഗൈസ്, നിങ്ങൾ കണ്ടില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, നമ്മുടെ എച്ച് വിനോദിൻ്റെ ഡയറക്ഷനിൽ വരുന്ന ജനനായകൻ്റെ സെക്കൻഡ് സിംഗിളാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമുക്കത് റിയാക്ഷൻ ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് അറിയാം. വിജയിൻ്റെ എന്താ പറയുക, ദളപതി വിജയ് ലാസ്റ്റ് ടൈം എന്ന ടാഗോടെയാണ് സിനിമ പുറത്തോട്ട് വരുന്നത്. അപ്പം ചെറിയൊരു വിഷമമുണ്ട് ഗൈസ്. ആക്ച്വലി എന്താ പറയുക, നമ്മുടെ തിയേറ്ററിൽ പോയിട്ട് അങ്ങേരുടെ ഡാൻസും അങ്ങേരുടെ ആക്ഷനും എല്ലാം കണ്ട് കൈയടിച്ച് നമുക്കിനി അങ്ങനത്തെ ഒരു സിനിമ കിട്ടുമോ എന്ന് പോലും ഇനി അറിയില്ല. അപ്പം ഈ സിനിമ എങ്ങനെ വരും എന്നുള്ളൊരു ആകാംക്ഷയുണ്ട്. ചിന്നതിൻ്റെ കയ്യിലായതുകൊണ്ട് ഒരു പേടിയും ഉണ്ട് ഗൈസ്. ആക്ച്വലി അനിരുദ്ധിൻ്റെ മ്യൂസിക്കിലാണ് വന്നിട്ടുള്ളത്. നമുക്കെന്തായാലും എങ്ങനെയുണ്ട് എന്ന് നോക്കാം. കെവിൻ പ്രൊഡക്ഷനാണ് സിനിമ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ സെക്കൻഡ് സിംഗിൾ എങ്ങനെയുണ്ട് എന്നെല്ലാം നമുക്ക് കണ്ടു നോക്കാം. ചില സമയം ഞാൻ ഒന്ന് പോസ് ചെയ്യും ഗൈസ്, വേറെ ഒന്നുണ്ടല്ല, അനിരുദ്ധിൻ്റെ മ്യൂസിക് ആയതുകൊണ്ട് കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പം ഇടയ്ക്കൊന്ന് ഞാൻ പോസ് ചെയ്യും, അപ്പം ആർക്കും ദേഷ്യം തോന്നരുത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. യെസ്, എച്ച് വിനോദ്. ഓ, ഫുൾ ആനിമേഷൻ ആണല്ലോ. ഗൈസ്, നമ്മുടെ തിയേറ്ററിലെ സീൻ മറ്റേ ഇതിനകത്തെ ഗോട്ടിനകത്തെ മറ്റേ ഇതുണ്ടല്ലോ ആനിമേഷൻ, അതാണ് ഇതിനകത്ത് ഒരു സീനിൽ കാണിച്ചിട്ട് നമ്മുടെ എന്താ പറയുക, ആൾക്കാർ നമ്മുടെ ഫാൻസ് എല്ലാം സങ്കടപ്പെട്ട് നിൽക്കുന്നതും ആഘോഷിക്കുന്ന സീനൊക്കെയാണ് കാണിക്കുന്നത്. ഓ ഓ മൈ ഗാഡ്, നമ്മുടെ തലവേ സിനിമയിലെ മറ്റേ കൈ ബാക്കോട്ട് പിടിച്ചുള്ള എല്ലാവരുടെയും എനിക്കൊന്ന് ഒരുവിധം ആൾക്കാരുടെ പണ്ടത്തെ വണ്ടിയിലൊക്കെ സ്റ്റിക്കറൊക്കെ ആയിരുന്നത്. എൻ്റെ വണ്ടിയിലും ഉണ്ടായിരുന്നു കേസ്. അതാണ് മറ്റേ നമ്മുടെ വേലായുധൻ സിനിമയിലെ ആൾക്കാർ ഓടി വന്നിട്ട് മറ്റേ വിജയിൻ്റെ ഫോട്ടോ ഇതാക്കുമ്പോൾ തന്നെ ഇതും അങ്ങനെ ഒരു സീനാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓ മോനെ, ഓ ഗൈസ്, സെൽഫി നമ്മുടെ ബസ്സിൻ്റെ മേലെ കയറിയിട്ട് സെൽഫി എടുത്ത് ഓർക്കുന്നുണ്ടോ? ആ ഒരു സെൽഫിയും എല്ലാം ഇവിടെ മിക്സ് ആക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഇതിനകത്ത് കുറേ ഒരു സീനിൽ നല്ല ഡാൻസിൻ്റെ സ്റ്റെപ്പ് ഇട്ട് കളിക്കുന്നുണ്ട്. അതിപ്പോൾ ഇനിയിപ്പം റീൽസെല്ലാം വൈറലായി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മെർസലിലെ സ്ഥിരം മറ്റേ കൈ കൊണ്ടാക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതും ഉണ്ട്. അനിരുദ്ധോ? യെസ്, അനിരുദ്ധ്. ഓ, വിവേക്.
മൈ ഗോഡ്, വേട്ടക്കാരൻ മൂവിലെ മറ്റേ ഇതൊക്കെ തല്ലി വിളിക്കുന്നതൊക്കെ ഇറക്കിയിട്ടുണ്ട്. ദൈവമേ, എല്ലാ മൂവിന്റെ റെഫറൻസ് വെച്ചിട്ട് ഈ പാട്ട് ഇറക്കിയെന്ന് തോന്നുന്നു. ആക്ച്വലി എക്സാക്ട് പൊളിറ്റിക്സ് പുള്ളിയുടെ എൻട്രിക്ക് വേണ്ടിയിട്ട് ഇറക്കിയ പടം പോലെ തോന്നുന്നുണ്ട് ഗൈസ്. കൊള്ളാം. ശരി, അടിപൊളി. ഇതൊക്കെയാണ് പോസ്റ്ററായിട്ട് വന്നിരിക്കുന്നത്. ജനങ്ങളുണ്ടാകും. കൊള്ളാം. Let's rise together. ജനനായകൻ ഇറ്റ്സ് വിനോദ്. അപ്പൊ ഗൈസ് നമ്മളങ്ങനെ ഫുൾ കണ്ടു, പാട്ടൊക്കെ കണ്ടു. ആക്ച്വലി ഇങ്ങനത്തെ കുറേ സീൻ നമ്മുടെ പല പല വിജയിന്റെ സിനിമകളുണ്ടല്ലോ, എസ്പെഷ്യലി ഗോട്ട് സിനിമയിലെ ഒരു സീൻ കാണിച്ചിട്ട് പുള്ളിയുടെ ഫാൻസ് അത് ഞാൻ നോക്കി നിൽക്കുന്നതും, അതായത് തിയേറ്ററിൽ മറ്റേ ആരവം കാണിക്കുന്നതും അങ്ങനെയൊക്കെ കുറെ സീന്. പിന്നെ ഒരു ജിപ്സി ഇങ്ങനെ പൊന്തിട്ട്, അത് നമ്മുടെ ടെരി സിനിമയിലെ മറ്റേ ജിത്ത് ജില്ലാടി നിത്താടി ആ പാട്ടിലൊരു സീന്. പിന്നെ മെർസലിലെ സീനുണ്ട്, വേട്ടക്കാരൻ, അങ്ങനെ ഒരുപാട് സീനുകൾ മിക്സ് ആക്കിയിട്ട്, അതായത് ഫാൻസിന് വേണ്ടി അങ്ങ് ഇറക്കി വിട്ടൊരു ഒരു സോങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് പുള്ളിക്കാരൻ ഈ പൊളിറ്റിക്സിലോട്ട് മാറുകയാണ്. അപ്പം ആ പൊളിറ്റിക്സിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു മ്യൂസിക്, അതായത് പുള്ളി ജനങ്ങളുടെ ഇടയിലേക്ക് ജനങ്ങൾക്ക് വേണ്ടി വരികയാണെന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു സോങ്ങും എല്ലാം മിക്സ് ആക്കിയിട്ടുള്ള സാധനമാണ് കൊടുത്തിരിക്കുന്നത്. കാരണം വെച്ചാൽ പുള്ളി പൊളിറ്റിക്സിലോട്ട് വരണം. അപ്പം ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ആ ആൾക്കാർ തിയേറ്ററിൽ വന്ന് പുള്ളി ഇൻഡയറക്റ്റ് ആയിട്ട് വോട്ട് വെക്കുന്നുള്ളൊരു ഒരു മൂവി ആയിരിക്കാനായിട്ട് ചാൻസ് കൊടുത്തു കേസ്. കാരണം മ്യൂസിക് എല്ലാം അങ്ങനെ തന്നെയാണ്, എല്ലാം അങ്ങോട്ടാണ് ചൂണ്ടുന്നത്. അതായത് ഒരു പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ഞാൻ വരികയാണ്, അപ്പൊ നിങ്ങൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം. അപ്പം ആ ഒരു മെത്തേഡിലാണ് സിനിമ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സോങ് എല്ലാം ആ ഓരോ വരികളും അങ്ങനെയാണ് കാണിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വരികയാണെന്നുള്ള രീതിയിലുള്ള ഒരു വേ ഓഫ് അങ്ങോട്ടാണ് ചൂണ്ടിക്കണ്ടത്. ഡയറക്റ്റ് ആയിട്ടല്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പം എന്തായാലും ജനുവരി 9 ജനനായകൻ, ജനങ്ങൾക്ക് വേണ്ടിയുള്ള നായകൻ വരുന്നത്. അപ്പം പൊങ്കലിന് കാണാം എങ്ങനെയുണ്ട് പടം എന്നുള്ളത്. അപ്പം ഇതുപോലത്തെ റിയാക്ഷൻ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. ബൈ.